മാത്രം മതി. അത്രമാത്രം പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന ഒരാൾ, പ്രശ്നം അറിയുന്ന ഒരാൾ നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ബോധം ഒരു വിശ്വാസിക്കുണ്ടെങ്കിൽ എന്താണ് അയാൾക്ക് ഭയപ്പെടാനുള്ളത്? ആ അറിവിനെ കുറിച്ച് പറഞ്ഞു നോക്കൂ നിങ്ങൾ. വതവക്കൽ അലൽ അസീസിർ റഹീം അല്ലദീ യറാക ഹീന തഖൂം വതകല്ലുബുക ഫിസ്സാജിദീൻ. നബിയെ, എന്ത് പ്രതിസന്ധി ആയിക്കോട്ടെ പടച്ചോനെ ഏൽപ്പിച്ചോ. അവൻ പ്രതാപശാലിയാണ്, കരുണാനിധിയാണ്. ചില ആളുകളോട് അവൻ പ്രത്യേക സ്നേഹം കാണിക്കും. അങ്ങനത്തെ ഒരുത്തനിൽ നീ ഏൽപ്പിച്ചോ. അല്ലദീ യറാക ഹീന തഖൂം വതകല്ലുബുക ഫിസ്സാജിദീൻ. നീ സാഷ്ടാംഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള അനക്കങ്ങളെ അവൻ അറിയും. നിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, അങ്ങനത്തെ ഒരുത്തിനെ ഏൽപ്പിക്കാൻ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ എല്ലാം അറിയുന്ന, മനസ്സറിയുന്ന, എല്ലാം അറിയുന്ന സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് ചിലപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നിയേക്കാം അതെങ്ങനെ നടക്കും. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പാടുന്നു. പടച്ചോന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് പറഞ്ഞാലും അത് ചെയ്യാൻ കഴിയുന്നവനാണവൻ. ചിലപ്പോഴൊക്കെ ആളുകൾ പറയും ഇതൊരു മാറാത്ത അസുഖമല്ലേ, ക്യാൻസർ വന്നു അല്ലെങ്കിൽ അസുഖം വന്നു, ഇനി എന്താ ചെയ്യുക, ഇനി ഒന്നൊരു കാര്യമല്ലേ. സഹോദരങ്ങളെ, പ്രാർത്ഥിച്ചാൽ നടക്കും. ഞാൻ ഇന്നെന്റെ അനുഭവത്തിൽ കൺമുമ്പിൽ എനിക്ക് പറയാൻ പറ്റിയ കാര്യമാണ്. എന്ന് പറഞ്ഞാൽ 15 വർഷമായി ഒരു കുട്ടിയില്ല എന്ന വിഷമത്തിൽ, ആ വിഷമത്തിന്റെ മാക്സിമത്തിലെത്തിയ ആളുകൾ എന്ന് പറഞ്ഞാൽ വെറുതെ ഇരുന്നു കരയ പ്രായമായ ആളുകൾ, ഒരു കുഞ്ഞില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് ഉൾക്കൊള്ളാൻ കഴിയാതെ ഡോക്ടർമാർ 2-3 പ്രാവശ്യം വിക്സി നടത്തി അങ്ങേയറ്റത്തെ ചികിത്സയുടെ പ്രയാസങ്ങൾ അനുഭവിച്ച അവസാനം ഒരു ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊരു വിശ്വാസിയല്ലേ, നിങ്ങൾക്ക് ഇനി ഒരു ചികിത്സയും ചെയ്യുന്നില്ല, എല്ലാ ചികിത്സയും പരാജയപ്പെട്ടു, എനിക്ക് ദൈവം ഒരു കുഞ്ഞിനെ തരും എന്നൊന്ന് മനസ്സിൽ വെച്ച് നിങ്ങൾക്ക് ചോദിച്ചാൽ അവന് കഴിയില്ലേ അതിന്? സഹോദരങ്ങളെ, ആ വാക്ക് മനസ്സിൽ പതിഞ്ഞു. അവർ ചികിത്സയുടെ എല്ലാ വഴികളും നോക്കിക്കഴിഞ്ഞ ആളുകളാണ്, പ്രാർത്ഥിച്ചു. ഇന്നൊരു കുഞ്ഞുണ്ട്, ഒരു പക്ഷേ ഒരു മാസമോ 2 ആഴ്ചയോ ഒക്കെ ആ കുട്ടിക്ക് പ്രായമുണ്ടാവും. ആ കുട്ടിയെ കളിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആ മാതാവ്. സഹോദരങ്ങളെ, ആത്മാർത്ഥമായി എന്റെ റബ്ബ് എനിക്ക് തരും എന്ന് പറഞ്ഞ് ചോദിക്കാനാ പറഞ്ഞു. ആ മനസ്സിന്റെ സമർപ്പണത്തിന്റെ ബോധം ഇമാം ബുഖാരിയുടെ ഹദീസ് വായിക്കുമ്പോൾ നമുക്ക് ആ വൈകാരികത മുറ്റി നിൽക്കും നമ്മുടെ മനസ്സിൽ. അതായത് ശരിക്കും കത്തിജ്വലിക്കുന്ന അഗ്നിജ്വാലകൾക്ക് മുന്നിലേക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പിടിച്ചിടുമ്പോൾ എന്തെങ്കിലും ചെയ്യാണ്ടോന്നാ ജിബ്രീൽ ചോദിക്കുന്നത്. എന്തെങ്കിലും ചെയ്യണം, രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും നടപടിക്രമങ്ങൾ. സഹോദരങ്ങളെ, തീയിന്റെ ശക്തിയെക്കുറിച്ച് അറിയാഞ്ഞിട്ടല്ല, തീയിന്റെ ഭീകരതയെക്കുറിച്ച് അറിയാഞ്ഞിട്ടല്ല, ഹസ്ബുനല്ലാഹ്, എനിക്ക് അല്ലാഹു മതി എന്ന ആ സമയത്ത് പറയാ. പടച്ചോനിടത്തൊരു പരിഹാരം ഉണ്ടാവും. എന്തായിരുന്നു സഹോദരങ്ങളെ ആ പരിഹാരം? തീ അതിന്റെ പ്രകൃതിക്ക് വിരുദ്ധമായി പെരുമാറി ഒരു രോമക്കൂപം പോലും കരിയാതെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തിരിച്ചു വന്നു. അതെന്തിനാ പറഞ്ഞിരുന്നത്? നമുക്ക് അത്തരം ഒരു മനസ്സോടുകൂടി നമ്മുടെ പ്രതിസന്ധികളെ പടച്ചവനോട് പറയാൻ പറ്റണം. ഈ ഒരു സന്ദർഭത്തിൽ സഹോദരങ്ങൾ, ഒരു സ്ഥലത്തേക്ക് മാറി നിൽക്കാൻ കാത്തു നിൽക്കേണ്ട. എന്റെ നാഥൻ എന്റെ പ്രശ്നം പരിഹരിക്കും എന്ന് ആത്മാർത്ഥമായ വിശ്വാസത്തോടെ, ബോധ്യതയോടുകൂടെ ചോദിച്ചാൽ അവൻ അത് ഏറ്റെടുക്കും, അവൻ പരിഹരിക്കും. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, സ്നേഹപൂർവ്വം കുറ്റപ്പെടുത്താനല്ല, പറഞ്ഞോ, അങ്ങനെ ഒരു ആത്മവിശ്വാസത്തോടെ, അങ്ങനെ ഒരു പ്രതീക്ഷയോടെ, അങ്ങനെ ഒരു ഉറപ്പോടെ എന്റെ പ്രശ്നം പരിഹരിച്ചിരിക്കും എന്റെ നാഥൻ എന്ന ഉറപ്പോടുകൂടി അവനെ ഏൽപ്പിക്കാൻ തവക്കുൽ എന്ന് പറഞ്ഞത്. തവക്കുൽ എന്ന് പറഞ്ഞാൽ നമ്മളിൽ നിന്ന് ആ കാര്യം പടച്ചോനെ നമ്മൾ ഏൽപ്പിച്ചു, ഇനി നമുക്ക് അതിൽ ആശങ്കകളില്ല. ആ രൂപത്തിലുള്ള ഏൽപ്പിക്കലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെ നടക്കുമെന്ന് വിചാരിക്കരുത്, അത് പടച്ച തമ്പുരാൻ എനിക്ക് നടത്തി തരുന്നതാണ്. ഏറ്റവും മനോഹരമായ ഒരു വാചകൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ആ ആശയത്തെ പറഞ്ഞു തന്നു. എങ്ങനെ? ഒരു പക്ഷി രാവിലെ കൂട്ടിൽ നിന്ന് പറക്കാൻ തുടങ്ങുമ്പോൾ അതിനറിയില്ല തന്റെ കൂട്ടിൽ കാത്തു വാ പൊളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് എവിടെ നിന്നാണ് ഒരു ചെറിയ പുഴുവിനെ കിട്ടുക, ഒരു ധാന്യമണി കിട്ടുക എന്ന് പറക്കാൻ ഒരുങ്ങുന്ന പക്ഷിക്കറിയില്ല. ലൗ അന്നക്കും തതവക്കലൂൻ, നിങ്ങൾ ബരമേൽപ്പിച്ചിരുന്നുവെങ്കിൽ അല്ലാഹുവിൽ ഹക്ക തവക്കുലിഹി, ബരമേൽപ്പിക്കേണ്ട പ്രകാരം, ലറസഖക്കും കമാ യുർസഖു ത്വയ്ർ, ഒരു പക്ഷിക്ക് ഭക്ഷണം കൊടുക്കുന്ന പോലെ അല്ലാഹു നിങ്ങൾക്ക് തരും. തഗ്ദൂ ഹിമാസൻ വതറൂഹു ബിത്താന, വയറൊട്ടിക്കൊണ്ടത് പറക്കും എവിടേക്കെന്നില്ലാതെ, വൈകുന്നേരം വയർ നിറഞ്ഞുകൊണ്ട് തിരിച്ചു വരും. സഹോദരങ്ങളെ, കാരണങ്ങളോ നിമിത്തങ്ങളോ മുന്നിൽ ഉണ്ടാവണ്ട. നമുക്ക് ആഗ്രഹമുണ്ടോ? നമ്മൾ അല്ലാഹുവിൽ ബരമേൽപ്പിക്കുന്നുവോ? പടച്ചവൻ നമുക്ക് അത് പരിഹരിച്ചു തരും. മിൻ ഹൈസു ലാ യഹ്തസിബ്, വിചാരിക്കാത്ത വഴികളിലൂടെ നമുക്കത് തരുന്നതാണ്. പക്ഷേ ഒറ്റ പ്രശ്നേ ഇനി ബാക്കി നിൽക്കുന്നുള്ളൂ സഹോദരങ്ങളെ, അത് പറഞ്ഞാൽ ഇത് പൂർത്തിയാകും. നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുള്ള കരുണാവാരിധിയായ, എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നാഥനെ പരമേൽപ്പിക്കാൻ നമ്മുടെ മനസ്സാക്ഷിയുടെ ഒരു സമ്മതക്കുറവ് മാത്രം. എന്താണ്? ഞാനും പടച്ചോനും തമ്മിലുള്ള ബന്ധം
അത്ര സുതാര്യമല്ല. സഹോദരങ്ങളെ, മനസ്സാക്ഷി പറയുന്നുണ്ടോ? അത് പറയാൻ നല്ല സാധ്യതയുണ്ട്. കാരണം എന്താ? സ്വാഭാവികമായും പുറത്തു കാണുന്ന ഒരു ജീവിതാവസ്ഥ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലും യുവത്വത്തിലുമാണ് നമ്മളൊക്കെ ഉള്ളത്. സഹോദരങ്ങളെ, നല്ല ഒരു സൂക്ഷ്മത, അതായത് രഹസ്യ ജീവിതത്തിലുള്ള ഒരു സൂക്ഷ്മത, അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ബാക്കിയൊക്കെ നമുക്ക് മാറ്റിവെക്കാം. എന്റെ പടച്ചവന്റെ മാത്രം അറിയുന്ന എന്റെ ജീവിതത്തിന്റെ സൈഡ്, ആ ഭാഗം അത് സുരക്ഷിതമാണ്. എന്നെ കാണുന്ന പടച്ചവന് എന്നെപ്പറ്റി ഒരു അതൃപ്തിക്ക് കാരണമില്ല. അത് ഏറ്റവും പ്രധാനമാണ്. നമ്മുടെ സ്വകാര്യ ജീവിതം നന്നാക്കി തീർക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ക്യാമ്പസിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയേണ്ടതില്ല സഹോദരങ്ങളെ. എങ്കിൽ പോലും ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായി ഇന്ന് നിലനിൽക്കുന്നത്, ഒന്ന്, നമ്മുടെ ക്യാമ്പസുകളെല്ലാം മിക്സഡ്, അതായത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചുള്ള ക്യാമ്പസുകളാണ്. എത്ര നമ്മൾ പറഞ്ഞാലും, നമ്മളെ ഏത് സമയത്ത് നമ്മൾ ഉപദേശിച്ചാലും ഒരു പ്രശ്നം തന്നെയാണ്. നമ്മുടെ സഹപാഠിയും അല്ലെങ്കിൽ സഹപാഠിനിയുമായ ആളുകളോട് നമ്മുടെ ബന്ധം പലപ്പോഴും നാം ആദ്യഘട്ടങ്ങളിൽ ഒരു നല്ല രൂപത്തിലുള്ള ബന്ധങ്ങളാണെങ്കിലും അത് പിന്നീട് തെറ്റായ രൂപത്തിലേക്ക് എത്തിച്ചേരുന്നു നമുക്കറിയാൻ പറ്റും. അപ്പൊ ഞാൻ ഈ മഹത്തായ സദസ്സിൽ സന്നിധരായിരിക്കുന്നതോട് ഞാൻ പറയട്ടെ, ഒരു വീട്ടിൽ നിന്ന് സുരക്ഷിതമായി നമ്മുടെ ക്യാമ്പസിൽ വന്ന് പഠിക്കുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി, തീർച്ചയായും നമ്മൾക്ക് എന്റെ പെങ്ങൾ എന്ന നിലക്ക്, എന്റെ ഉമ്മ എന്ന നിലക്ക്, എന്റെ അനുജത്തി എന്ന നിലക്ക് ഒക്കെ, അല്ലെങ്കിൽ ഭാര്യ എന്ന നിലക്ക് ഞാൻ ഇടപെടുന്ന സ്ത്രീകളെ പോലെ എനിക്ക് എന്റെ ക്ലാസ്സിലെ ഒരു ക്ലാസ്മേറ്റിനോട് ഇടപെടാൻ പറ്റില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഈ മുൻഭാഗത്തിരിക്കുന്ന ഒരു ആൺകുട്ടി വിചാരിക്കുന്നു അവൾ എന്റേതാണെന്ന മനസ്സോടുകൂടെ അവളെ കാണാനും അവളോട് സംസാരിക്കാനും ആഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ, അതേ അവസ്ഥ ബാക്കിലുള്ള ഏതെങ്കിലും ഒരു സഹോദരിയുടെ മനസ്സിലുണ്ടെങ്കിൽ, തന്റെ അനുവദനീയമായൊരു വിഹിതമായൊരു ബന്ധത്തിലൂടെ വരേണ്ട ഒരു ഭർത്താവിനോടോ ഭാര്യയോടോ കാണിക്കുന്ന ഒരു ബന്ധം അവിഹിതമായി തുടരുന്നുവെങ്കിൽ, ആ മനസ്സാക്ഷിക്കുത്ത് സഹോദരങ്ങളെ ഒരു നമസ്കാരത്തിൽ മാത്രമല്ല ജീവിതത്തിന്റെ ഏത് സന്ദർഭങ്ങളിലും നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു തീരുമാനം നാം എടുക്കേണ്ടതുണ്ട്. ജീവിതത്തിന്റെ മരണം വരെയുള്ള, മരണാനന്തരമുള്ള മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം ഈ പ്രപഞ്ചത്തിന്റെ നാഥനാണെങ്കിൽ, രാത്രിയുടെ ഇരുട്ടിലും പകലിന്റെ വെളിച്ചത്തിലും ഒരുപോലെ എന്നെ അറിയാൻ പറ്റുന്നവന്റെ എന്നെ കാണുമ്പോൾ അവരിഷ്ടമില്ലാത്ത ഒന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല എന്റെ സ്വകാര്യതയിൽ എന്ന് പറയാൻ ഈ സദസ്സിലിരിക്കുന്ന ആർക്ക് പറ്റുമോ? സഹോദരങ്ങളെ, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു. ഒരു സംശയം അക്കാര്യത്തിലില്ല. അള്ളാഹുവുമായുള്ള നമ്മുടെ ആ ജീവിതത്തിലെ ഒരു ബന്ധം ഏറ്റവും പ്രധാനമാണ് സഹോദരങ്ങളെ. പണ്ടൊക്കെ വളരെ പല കാര്യങ്ങളും നമ്മൾ പറയേണ്ടത് പലപ്പോഴും വളരെ മോശമായ ക്യാമ്പസുകളിൽ വരുന്ന കുട്ടികളോട് മാത്രമാണ്. ഇന്ന് അങ്ങനെയല്ല. എല്ലായിടത്തും തിന്മകൾ ഒരുപോലെ ലഭ്യമാകുന്ന സമയം. ഒരു സാധാരണ ഞങ്ങളുടെ ഒരു ക്യാമ്പിൽ വെച്ച് ഞാൻ കുട്ടികളോട് പറഞ്ഞു, ഞാൻ രാത്രിയൊക്കെ നിങ്ങളെ കൂടെ താമസിക്കുന്നതാണ്, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വന്ന് പറഞ്ഞാൽ നമുക്ക് പരിഹരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരു കുട്ടി പറഞ്ഞത്, കണ്ണിൽ വെള്ളം നിറച്ചാവാൻ വേണ്ട കാര്യം, അവന്റെ ഒറ്റ പ്രശ്നമുള്ളൂ, 4 രൂപക്ക് നെറ്റ് ചാർജ് ചെയ്താൽ 24 മണിക്കൂർ ഉപയോഗിക്കാം. അപ്പൊ ഞാൻ 4 രൂപക്ക് നെറ്റ് ചാർജ് ചെയ്യും, ചാർജ് ചെയ്ത ദിവസം മുഴുവൻ ക്ലാസ്സുമില്ല, രാത്രിയുമില്ല, പകലുമില്ല, അശ്ലീലങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. സഹോദരങ്ങളെ, ഒരുപക്ഷെ ഈ വാക്ക് എത്ര സന്ദർഭവും എനിക്കറിയില്ല. ഇന്ന് ഒരാൾക്ക് വ്യഭിചരിക്കാൻ ഒരു റൂമിൽ, അടച്ചിട്ട റൂമിൽ തന്റെ ഒരു ഫോൺ മാത്രം കൈവശം മതി. ഇങ്ങനത്തെ തിന്മകൾ ആരും കാണാതെ, ആരും അറിയാതെ നമ്മുടെ ഒറ്റയ്ക്കിരിക്കുന്ന ബെഡ്റൂമിൽ എല്ലാം സാധ്യമാകുന്ന കാലഘട്ടത്തിൽ അല്ലാഹുവേ നീ അറിയുമല്ലോ, നീ കാണുമല്ലോ എന്ന വിചാരത്തിനല്ലാതെ സഹോദരങ്ങളെ ഒരു തിന്മയെയും നിയന്ത്രിക്കാനാവില്ല. അതുകൊണ്ട് എനിക്കെല്ലാം സമർപ്പിക്കേണ്ട ഒരു രോഗത്തിന്റെ മുന്നിൽ ഞാൻ എന്റെ രോഗത്തിന്റെ മാറ്റത്തിന് ആവശ്യപ്പെടേണ്ട, ഒരു പ്രതിസന്ധിയിൽ ഞാൻ കൈ ഉയർത്തേണ്ട, എന്റെ ജോലിയിലും എന്റെ പരീക്ഷയിലും എന്റെ ദാമ്പത്യത്തിലും എല്ലാം എന്നെ കടാക്ഷിക്കേണ്ട എന്റെ റബ്ബ് എന്നെക്കുറിച്ച് തൃപ്തനാണ് എന്ന് പറയാൻ നമുക്ക് പറ്റിയാൽ സഹോദരങ്ങളെ, അത് സന്തോഷകരവും ആഹ്ലാദകരവുമായ ഒരു ജീവിതമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ പ്രശ്നത്തിന്റെ മുഴുവൻ പരിഹാരം നമ്മുടെ വിശ്വാസമാണ്, അള്ളാഹുള്ള ഭരമേൽപ്പിക്കലാണ്. എല്ലാം അറിയുന്ന, എല്ലാറ്റിനും കഴിയുന്ന സമുദ്രങ്ങളെ 2 നിർത്തി വഴിയൊരുക്കി കൊടുത്തു മൂസാ നബി അലൈഹിസ്സലാമിന്. സഹോദരങ്ങളെ, ദാഹത്തിന്റെ കാഠിന്യത്താൽ പാറയിൽ നിന്നും വെള്ളം ഒഴുക്കി കൊടുത്തു. 300 കൊല്ലം അള്ളാഹുവിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ഉറങ്ങാൻ ഉറക്കിക്കിടത്തി ഒന്നും സംഭവിക്കാതെ സുരക്ഷിതത്വത്തോടുകൂടെ 3 നൂറ്റാണ്ട് ഗുഹാവാസികളെ ഉറക്കിക്കിടത്തിയ നാഥൻ അവൻ തന്നെയാണ് ഇന്നും ജീവിച്ചിരിക്കുന്ന നമ്മുടെ രക്ഷിതാവ്. അതുകൊണ്ട് മരണമില്ലാത്ത അന്നും ഇന്നും എന്നും ലോകത്ത് വന്ന മുഴുവൻ സൃഷ്ടിജാലങ്ങളുടെയും സംരക്ഷകനായ ആ പടച്ച തമ്പുരാനിൽ വിശ്വസിക്കുന്നവരെന്ന നിലയ്ക്ക് ജീവിതത്തിലെ ആശങ്കകൾ അവനു കൈമാറി നമ്മുടെ ജീവിതത്തെ കൂടുതൽ വിശുദ്ധമാക്കി മുന്നോട്ടു പോകാൻ ആഗ്രഹിക്കുക, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക.
നമുക്ക് ഇങ്ങനെ പറയാൻ ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത്, കുൽ നബിയെ പറഞ്ഞോ, ലൻ യുസീബന ഞങ്ങൾക്ക് വരുകയില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ അല്ലാഹു നിശ്ചയിച്ചതല്ലാതെ ഒന്നും ഞങ്ങൾക്ക് വരില്ല. ഹുവ മൗലാന അവൻ ഞങ്ങളുടെ രക്ഷകനാണ്. ഞങ്ങളുടെ രക്ഷകനായ നാഥൻ തീരുമാനിക്കാത്തതൊന്നും ഞങ്ങൾക്ക് സംഭവിക്കുകയില്ല. വഅലല്ലാഹ് അല്ലാഹുവിൽ ഫൽയതവക്കലിൽ മുഅ്മിനൂൻ സത്യവിശ്വാസികൾ ഭരമേൽപ്പിക്കട്ടെ എന്ന തൗബ സൂറത്തിലെ 51-ാമത്തെ വചനം നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അള്ളാഹുവിന് കൈമാറി സ്വതന്ത്രമായ ഭാരം കുറഞ്ഞൊരു മനസ്സോടുകൂടെ നമ്മുടെ പഠനത്തിലും ആത്മീയതയിലും കുടുംബജീവിതത്തിലും നമ്മുടെ എല്ലാ നന്മകളിലും ആവേശത്തോടുകൂടെ, നിരാശയില്ലാതെ, അശ്രദ്ധയില്ലാതെ, ക്ഷീണമില്ലാതെ ആവേശത്തോടെ മുന്നോട്ട് പോകുവാൻ നമുക്ക് അള്ളാഹു നമ്മളെ സഹായിക്കുമാറാവട്ടെ. ഈ പ്രോഫ്കോൺ നമ്മുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാകുമാറാവട്ടെ. നന്മയുടെ പാഠങ്ങളും ജീവിത വിശുദ്ധിയുടെ മാർഗദർശനങ്ങളും നമുക്ക് നൽകുന്ന ഈ മഹത്തായ സംഗമത്തിന് പിന്നിൽ അധ്വാനിച്ചവർക്ക് അള്ളാഹു മഹത്തായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉച്ചയ്ക്ക് ശേഷം നമ്മൾ തുടങ്ങിവെച്ച നമ്മുടെ ക്യാമ്പസ് ചർച്ച അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന്റെ അനുബന്ധമായി ചില വാചകങ്ങൾ ദുബൈയിൽ നിന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഇടയിലുള്ള വർക്ക്ഷോപ്പുകൾക്കും മറ്റു നേതൃത്വം കൊടുക്കുന്ന VC അഷ്റഫ് സാഹിബിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഈ ചർച്ച വളരെ ഗഹനമായി സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണം ഉണ്ടായി എന്നുള്ളതിൽ ഏറെ സന്തോഷമുണ്ട്. വളരെ പ്രധാനപ്പെട്ട സെഷനുകളാണ്